Hi, this is Anoop for KeralaTech. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് TP-Link മോഡത്തിൽ എങ്ങനെ വൈഫൈ സെറ്റ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു മോഡം വാങ്ങിച്ചു കഴിഞ്ഞാൽ TP-Link ഐബോൾ ഏതൊരു മോഡം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലെങ്ങനെ വൈഫൈ സെറ്റ് ചെയ്യണമെന്നത് പലർക്കും അറിയാവുന്നുണ്ടാവില്ല. ഈ വൈഫൈ സെറ്റ് ചെയ്താൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂസേഴ്സിനും അത് ആക്സസിബിൾ ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു ലിമിറ്റഡ് യൂസർ ആണെങ്കിൽ, സപ്പോസ് 5 GB 1 GB ഡേറ്റ ആണെങ്കിൽ അത് ഷെയർ ആയി പോകാതെ തീരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊന്നും അല്ല, നമുക്ക് പേഴ്സണലായിട്ട് പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടി എങ്ങനെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു മോഡം വാങ്ങിക്കുമ്പോൾ മോഡത്തിൻ്റെ ബാക്ക് സൈഡിൽ അതിനൊരു യൂസർ നെയിം പാസ്വേഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ചെക്ക് ചെയ്യുക. ബേസിക്കലായിട്ട് മിക്കത് അഡ്മിൻ ആയിരിക്കും എൻ്റെ യൂസർ നെയിം പാസ്വേഡ് വരുന്നത്. സപ്പോസ് TP-Link നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് ചെയ്യേണ്ടത്, അതിൻ്റെ ഈ ലിങ്കിലേക്ക് പോവുക. വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം 192.168.1.1 എൻ്റർ അടിക്കുക. ഇത് നമുക്ക് TP-Linkൻ്റെ സൈറ്റിൽ കയറുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതിൽ യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. അത് നിങ്ങളുടെ മോഡത്തിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. ബേസിക്കലി മിക്കത് അഡ്മിൻ എന്നായിരിക്കും. അഡ്മിൻ തന്നെ യൂസർ നെയിം, അഡ്മിൻ തന്നെ പാസ്വേഡ്. സോ എൻ്റർ അടിക്കുക. സോ നമ്മൾ ഇതിൻ്റെ ലോഗിനായി. അതിനുശേഷം വൈഫൈയിൽ പാസ്വേഡ് സെറ്റ് ചെയ്യണമെങ്കിൽ വയർലെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് രണ്ട് ഓപ്ഷൻ ഉള്ളത്. ഒന്ന് ഇതാണ് എൻ്റെ വൈഫൈയുടെ നെയിം. SSID എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫൈക്ക് എന്ത് പേരാണ് കൊടുക്കുന്നത് ആ നെയിമാണ് ഇവിടെ വരേണ്ടത്. സോ നിങ്ങൾക്ക് ആ പേര് ബാക്ക് അടിച്ചാൽ ഇവിടെ വൈഫൈയുടെ നെയിം സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് വൈഫൈ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വയർലെസ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വയർലെസ് പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ഇവിടെ ഇങ്ങനെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. എൻ്റെ പാസ്വേഡ് അനൂപ് 007 എന്നുള്ളതാണ്. അതിന് പകരം നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് എന്താ വെച്ചതിന് ശേഷം അവിടെ പുട്ട് ചെയ്യുക വൈഫൈ പാസ്വേഡ്. ചിലപ്പോൾ നിങ്ങളുടെ ഇത് ഡിസേബിൾ സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ആയിരിക്കും കിടക്കുക. അതിന് ശേഷം അത് മാറ്റി WPA/WPA2 പേഴ്സണൽ എന്ന് റെക്കമെൻഡഡ് നമുക്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വയർലെസ് പാസ്വേഡിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ സേവ് എന്ന ഓപ്ഷൻ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വൈഫൈ പാസ്വേഡ് സെറ്റ് ആയിരിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ, സപ്പോസ് വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ പാസ്വേഡ് റിക്വസ്റ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വീഡിയോ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലുണ്ട്, അതിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു വാച്ചിങ് ഗൈസ്. I am your Anoop. I am signing off.